ദേശീയപാത 66ന്റെ വികസനം പലയിടത്തും അതിവേഗം പുരോഗമിക്കുമ്പോൾ വടകരയിലെ പണി മാത്രം കഴിഞ്ഞ കുറേ മാസങ്ങളായി അതീവ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. വേഗത്തിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന റോഡ് പണി ഇഴഞ്ഞു നീങ്ങുമ്പോൾ അതിന്റെ ദുരിതഫലങ്ങൾ ഏറ്റവുമധികം അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ്. ഗതാഗതക്കുരുക്ക്, ഉയരുന്ന പൊടിപടലങ്ങൾ, നിർമ്മാണത്തെ തുടർന്നുള്ള അപകടങ്ങൾ, ഒപ്പം കച്ചവട സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന വലിയ നഷ്ടങ്ങൾ എന്നിവയെല്ലാം ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഈ നിർമ്മാണത്തിലെ അനാസ്ഥയെക്കുറിച്ച് വടകരയിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ഇന്നിപ്പോൾ നമ്മളെ ഈ റോഡിന്റെ ഒരു ശോചനാവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ, കോഴിക്കോട് ജില്ലയിലെ വങ്ങളം മുതൽ അഴിയൂർ വരെ വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഒരു കരാറ് എടുത്ത് വർക്കിന്റെ ഒക്കെ കൈമാറുന്ന സമയത്ത് അദാനി ഗ്രൂപ്പിന് ഈ വർക്ക് കൊടുത്തതിന്റെ ഭാഗമായിട്ട് അദാനി ഗ്രൂപ്പ് വലിയൊരു പൈസ സമ്പാദ്യമായിട്ട് ഇപ്പോൾ സ്വീകരിച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ മറ്റ് കമ്പനിക്ക് കൊടുത്തതിന് കൊണ്ട് വേണ്ടത്ര തൊഴിലാളികൾ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വർക്ക് സ്ലോ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അദാനി ഗ്രൂപ്പിന്റെ ബന്ധപ്പെട്ട ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളെ കൂടുതലായിട്ട് ഈ മേഖലയിലേക്ക് ഇട്ടുകൊണ്ട് വർക്ക് തീർക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാട് ബന്ധപ്പെട്ട ആളുകൾ ചെയ്യേണ്ടതുണ്ട്. സർവീസ് റോഡ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ട്രാഫിക് ജാം ഇതെല്ലാം വരുന്നത്. എന്നുവെച്ചാൽ സർവീസ് റോഡിൽ അത്രയും കുഴികളാണുള്ളത്. ചെറിയ വണ്ടികൾ, 2 വീലർ, 4 വീലർ, ഇതെല്ലാം ഓട്ടോറിക്ഷകൾ, ഇതെല്ലാം മുന്നിൽ കൂടി പോകുമ്പോൾ അതിന്റെ വഴി കൂടി വേക്കുന്ന വാഹനങ്ങളെ ക്യൂ ആയിട്ട് പോകാനേ പറ്റൂ. നേരാൻ വണ്ണം പോകാനൊന്നും പറ്റൂല ഒരിക്കലും. അത്രയും വളരെ മോശമായിട്ടാണുള്ള ഈ റോഡ്. കച്ചവടത്തിന് ബാധിക്കുന്നത്, യാത്രക്കും ബാധിക്കുന്നുണ്ട്, എല്ലാ സംഘം ബാധിക്കുന്നുണ്ട്. നല്ല വിഷമമാണ്, പ്രയാസമുള്ള സംഗതി റോഡിന്റെ സ്ഥിതി. പുല്ല് കൊണ്ടുപോയും വിഷമം തന്നെ. മഴ ഒന്നും പിന്നെ പറയാൻ വേണ്ടില്ല. വടകരയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ കണ്ടു. കേരളത്തിലെ മറ്റ് പലയിടത്തും അതിവേഗം പൂർത്തിയാകുന്ന റോഡ് പണി എന്തുകൊണ്ട് വടകരയിൽ മാത്രം ഇഴഞ്ഞു നീങ്ങുന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. റോഡിന്റെ നിർമ്മാണം വൈകുമ്പോൾ ഓരോ ദിവസവും ഈ ജനത സഹിക്കുന്ന ദുരിതങ്ങൾ ആര് കണക്കിലെടുക്കും? ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവർ കൃത്യമായൊരു മറുപടി നൽകേണ്ടതുണ്ട്.